ഫോണിൽ ഓരോ വീഡിയോ നോക്കിയിരുന്നപ്പോഴാണ് കണ്ട ചപ്പാത്തി കൊണ്ടുള്ള ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കണ്ട്. ആ ചപ്പാത്തി നൂഡിൽസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കണം. അധികം വന്ന് രാവിലത്തെ ഉണ്ടാക്കി അധികം വന്ന് ചപ്പാത്തിയിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ ചപ്പാത്തി 2 ചപ്പാത്തി ഇരിക്കണം. ഇനിയിപ്പോൾ അല്ലെങ്കിൽ അത് ഞാൻ തന്നെ തിന്നല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പിള്ളേർക്കും ഇന്ന് കൊടുക്കുകയാണ്. പിന്നെ ഞാനും അതുപോലെ ഉണ്ടാക്കാം എന്ന് വെച്ച് അതുപോലെയുള്ള എല്ലാ സാധനമൊന്നുമില്ല, ഉള്ള സാധനങ്ങൾ വെച്ച്, അതായത് ഒരു കുറച്ച് തക്കാളി ഇരുന്ന്, വെളുത്തുള്ളി, പിന്നെ കരിവേപ്പില, പച്ചമുളക് എല്ലാം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലിട്ട് കുഴച്ച് വഴറ്റിയിട്ട് പിന്നെ പിന്നെ മുട്ടയിരുന്നു, ഒരു മുട്ടയിരുന്നു. പിന്നെ ആ മുട്ടയും കൂടെ അതിൽ പൊട്ടിച്ചൊഴിച്ച് പൊടികളായിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട്, മുളക് പൊടിയും കുറച്ച് മസാലപ്പൊടി ഇട്ട് നല്ലതായിട്ട് വഴറ്റിയൊക്കെ എടുത്ത്, പിന്നെ ഇതെല്ലാം നല്ലതായിട്ട് വഴറ്റിയെടുത്തിട്ടാണ് പിന്നെ ഈ ചപ്പാത്തി ഞാൻ അരിഞ്ഞ് വെച്ചായിരുന്നു ചപ്പാത്തി. അപ്പോൾ ആ ചപ്പാത്തിയും കൂടെ അതിലിടാമെന്ന് വിചാരിച്ച്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പിള്ളേർ തിന്നുമല്ലോ, അല്ലെങ്കിൽ ആ ചപ്പാത്തി ഞാൻ തന്നെ തിന്ന് തീർക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ കഴിക്കട്ടെ എന്ന് വെച്ച് ഭയങ്കര കുറേ പൊടികളൊക്കെ വാരിയിട്ടാൽ പിന്നെ അവർ തിന്നൂല എരിയൊന്നും പറയാണ്ട് പിന്നെ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടുള്ളൂ. പിന്നെ ഈ ചപ്പാത്തി അരിഞ്ഞിട്ട് ചപ്പാത്തിയും അതിൽ എടുത്തിട്ട് പിന്നെ അതിനൊന്ന് നല്ലതായിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് അപ്പോൾ അതാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് അവൻ്റെ കയ്യിൽ കൊണ്ടുകൊടുക്കും. 2 പേരും ടി വിയാണ്, കൊണ്ടുകൊടുത്ത് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാൻ വേണ്ടി. അപ്പം പറയും കൊള്ളാമെന്നാണ് പറയാൻ. അടുത്ത ആൾക്ക് കൊടുക്കുക. ചുമ്മാ മുട്ട എന്തോന്ന് എടുത്ത് കഴിച്ചിട്ടാണ് പറഞ്ഞത് സൂപ്പറാണ്. അപ്പോൾ പിന്നെ ഞാനും കുറച്ചെടുത്ത് പിന്നെ അവർ രണ്ടുപേരും നമ്മൾ 3 പേരും കൂടെ ഒത്തിരുന്ന് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.